നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെക്ടാങ്കിളിനെ കുറിച്ചും സ്ക്വയറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് പാരലലോഗ്രാമിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ ലെങ്ത് സെയിം ആയിരിക്കും, അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഇനി ഇതിൽ 4 ആംഗിളുകൾ ഉണ്ടല്ലോ. ഈ 4 ആംഗിളുകളിൽ ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. ഈ 2 ആംഗിളുകളും സെയിം ആയിരിക്കും. അതേപോലെ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഇത്. ഈ 2 ആംഗിളുകളും സെയിം ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളുകൾ സെയിം ആയിരിക്കും. അഡ്ജസന്റ് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് അഡ്ജസന്റ് ആംഗിളുകൾ സപ്ലിമെന്ററി ആയിരിക്കും. ഇപ്പം ഈ ആംഗിളും അഡ്ജസന്റ് ആംഗിളാണ്. ഓക്കെ, അതേപോലെ ഈ ആംഗിളും അഡ്ജസന്റ് ആംഗിളാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളുകൾ സെയിം ആയിരിക്കും, അഡ്ജസന്റ് ആംഗിളുകൾ സപ്ലിമെന്ററി ആയിരിക്കും. ഇനി ഒരു പാരലലോഗ്രാമിൽ 2 ഡയഗണൽ വരയ്ക്കാൻ പറ്റും. ഈ 2 ഡയഗണലും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വെച്ച് ഇത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നമുക്കിതിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ബേസിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രി. എന്നിട്ട് ഞാൻ ഇത്രയും പോർഷനെ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അപ്പം ഇത്രയും ഭാഗം എന്തായി? ഒരു റെക്റ്റാങ്കിൾ ആയി ആണല്ലോ. ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് റെക്റ്റാങ്കിളിന്റെ ഏരിയ. ഇവിടെ ലെങ്തിന് പകരം ഈ ബേസ്, ബ്രെഡ്ത്തിന് പകരം ഇത്രയും പോർഷൻ അതിന്റെ ഹൈറ്റ് ആണ്. ഇതാണ് ഇവിടെ വന്നത്. അപ്പം പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇതേപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പം ഇങ്ങനൊരു പാരലലോഗ്രാം. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു. ഇതിന്റെ ബേസ്, ഇത് ഡയഗണൽ. ഓക്കെ, അപ്പം ഈ ഒരു ഡയഗണൽ ഇതിനെ 2 സ്കെലീൻ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്കെലീൻ ട്രയാങ്കിളിന്റെ 3 സൈഡും തന്ന അതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ സിക്ക് പകരം ഡയഗണൽ ഡി, സോ ഇവിടെ ഡി എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 2 ട്രയാങ്കിളുകൾ കിട്ടുന്നുണ്ട്. അപ്പം 2 ഇൻറ്റു റൂട്ട് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് ഡി എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. എ പ്ലസ് ബി പ്ലസ് ഡി ബൈ 2 ആണ് സെമി പെരിമീറ്റർ. ഓക്കെ, അപ്പം പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് 2 ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? പെരിമീറ്റർ 2b പ്ലസ് എ ആണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു പാരലലോഗ്രാമിൽ 2 ഡയഗണൽ വരയ്ക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. ഈ 2 ഡയഗണലിന്റെയും ലെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ റിസൾട്ട് കിട്ടും. d1 സ്ക്വയർ പ്ലസ് d2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നൊരു റിസൾട്ട് ഇവിടെ കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നിന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. The area of a parallelogram is 486 centimeter square. If its altitude is 66.66% of its base, then find the base and altitude. Okay, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പാരലലോഗ്രാം ഉണ്ട്, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 486 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്നിട്ട് അവർ പറയുന്നത്
ഇതിന്റെ ബേസിന്റെ 66.66% ആണ് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, 66.66% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66/2/3% ആണ്. എന്ന് വെച്ചാൽ 200/3 into 1/100 2/3% എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ ബേസ് 3 ആണെങ്കിൽ 2 ആയിരിക്കും അതിന്റെ ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ബേസ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ 2 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് അവർ പറയുന്നു. അപ്പൊ ബേസും കിട്ടി, ആൾട്ടിറ്റ്യൂഡും കിട്ടി. നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് 3 × 2 6 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അതിന്റെ ഏരിയ. പക്ഷെ അവർ പറയുന്നുണ്ട് ഇതിന്റെ ഏരിയ 6 സെന്റിമീറ്റർ സ്ക്വയർ ഒന്നുമല്ല, അതിന്റെ ഏരിയ 486 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് ഈ 6 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതിന്റെ ആക്ച്വൽ വാല്യൂ ആണ് 486 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ എന്തായിരിക്കും? 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 486 സെന്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അത് 6 48 6 സെന്റിമീറ്റർ സ്ക്വയർ. 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 81 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഇത് സെന്റിമീറ്റർ സ്ക്വയറിലാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ 3 സെന്റിമീറ്റർ ഇൻറ്റു 2 സെന്റിമീറ്റർ, അതാണ് സെന്റിമീറ്റർ സ്ക്വയർ വന്നത്. അപ്പോൾ ഒരു സെന്റിമീറ്റർ എന്തായിരിക്കും? 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് 81 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് √81, അതായത് 9 ആയിരിക്കും. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ എത്ര ആയിരിക്കും? 9 × 3 27 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ബേസ്. അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? 9 × 2 18 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, 27ഉം 18ഉം ആണ് ബേസും ആൾട്ടിറ്റ്യൂഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Question number 2. One side of a parallelogram is 19 centimeter. Its distance from the opposite side is 15 centimeter. Then area of the parallelogram will be. Okay, direct question. അതായത് ഒരു പാരലലോഗ്രാം ഉണ്ട്, അതിൻ്റെ ഒരു സൈഡ് 19 സെന്റിമീറ്റർ ആണ്. ആ സൈഡിലോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താണെന്ന് ചോദ്യം. നമുക്കറിയാം, ഒരു സൈഡും ആ സൈഡിലോട്ടുള്ള ഹൈറ്റ് തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ അത് രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 19 സെന്റിമീറ്റർ ഇൻറ്റു 15 സെന്റിമീറ്റർ. 19 × 15 285 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ ഏരിയ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 3. In a parallelogram, the length of adjacent sides are 12 cm and 14 cm respectively. If the length of one diagonal is 16 cm, find the length of other diagonal. Okay, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പാരലലോഗ്രാം ഉണ്ട്, അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് 14 സെന്റിമീറ്ററും 12 സെന്റിമീറ്ററും ആണ്. അതിൻ്റെ ഒരു ഡയഗണല് 16 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഡയഗണൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇവിടെ ഒരു റിസൾട്ട് പഠിച്ചു. d1² + d2² = 2 × a² + b² എന്നൊരു റിസൾട്ട് പഠിച്ചു. അതങ്ങ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. d1 16² + d2² + = 2 × 14² + 12². ഓക്കെ, 16² എത്രയാ? 256 + d2² =
2 into 14 square 196 plus 12 square 144. 256 plus d2 square is equal to 196 plus 144. 96 144 d2 680. അപ്പം d2 square is equal to 680 minus 256 4 2 4. അപ്പം d2 എന്ന് പറയുന്നത് റൂട്ട് 424 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Question number 4. The two adjacent sides of a parallelogram are 12 cm and 9 cm and the length of diagonal is 15 cm. Find the area of parallelogram. Okay. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ലെങ്ത് 12 cm ആൻഡ് 9 cm, ഒരു ഡയഗണൽ 15 cm. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓക്കെ ഇത് 12 ആണെങ്കിൽ ഇതും 12 ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. നടക്കുന്നു 2 into root s into s minus a into s minus b into s minus d. ഓക്കെ, സെമി പെരിമീറ്റർ എത്രയാണ്? 36ന്റെ പകുതി 18 ആണ്. അപ്പം 2 into 18 into 3 into 6 into 9 54 54 into 3 നമ്മൾ ഇഷ്ടം 15 16 18 16 ഇഷ്ടം 49 ഓക്കെ 2 6 1 6 ഇഷ്ടം 2 into root 2916 എന്ന് വരും. റൂട്ട് 2916 50ന്റെ 54ന്റെ ആയിരിക്കാം. ഓക്കെ, അപ്പം 54 into 2 54 into 2 108 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ഏരിയ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 5th question. In a parallelogram, the length of adjacent sides are 11 and 13 centimeter. If the length of one diagonal is 16 centimeter, find the length of other diagonal. Okay, അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പാരലലോഗ്രാമില് അഡ്ജസൻറ്റ് സൈഡ്സിന്റെ ലെങ്ത് 13 സെന്റിമീറ്റർ ആൻഡ് 11 സെന്റിമീറ്റർ, ഒരു ഡയഗണല് 16 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ഡയഗണൽ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിത് ഇവിടെ പഠിച്ച ഈ റിസൾട്ട് എടുത്തിട്ട് കൊടുത്താൽ മതി. d1 square plus d2 square is equal to 2 into a square plus b square. d1 square 16 square plus d2 square is equal to 2 into 13 square plus 11 square. 16 square 256 plus d2 square is equal to 2 into 169 plus 121. 169 plus 121 okay. അപ്പം d2 square is equal to 580 minus 256 4 3. അപ്പം d2 square 324. അപ്പം d2 എന്ന് പറയുന്നത് റൂട്ട് 324 എന്ന് പറയുന്നത് 18 ആണ്. 18 സെന്റിമീറ്റർ ആണ് രണ്ടാമത്തെ ഡയഗണൽ. ഓക്കെ,
അപ്പോൾ പാരലലോഗ്രാമിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് റോംബസുമായിട്ട് വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.